ഇതൊരു ചടങ്ങ് മാത്രമല്ല, മോളുടെ അവകാശം കൂടിയല്ലേ. എനിക്കറിയാം ബാലമാമേ. ബാലമാമൻ അമ്മായിയൊക്കെ പറയുന്ന പോലെ എല്ലാ ചടങ്ങിനും ഞാൻ കൂടെ നിന്നോളാം. പക്ഷെ ഇഷ്ടപ്പെടാത്ത ഒന്നും സ്വീകരിക്കാൻ എന്നോട് പറയില്ല ബാലമാമേ. മോളെ, നിന്നെ എനിക്കറിയാവുന്നതല്ലേ. നിന്റെ ഇഷ്ടങ്ങൾക്ക് എന്തെങ്കിലും ബാലമാമ എതിര് നിന്നിട്ടുണ്ടോ? അല്ലച്ച, ചാരുവിന് ഈ തറവാടിനോടും അച്ഛനോടും അമ്മയോടും ഉള്ള സ്നേഹവും ബഹുമാനം കാണുമ്പോൾ ഇവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ തീരുമാനിച്ച അച്ഛനോട് എന്ത് പറയണോ എനിക്കറിയില്ല. ഒരിക്കൽ ഇവളെ ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞു പോയല്ലോ, അത് മാത്രം എൻ്റെ വിഷമം. നീ അവളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവളുടെ സങ്കടം നിന്റേതായിരിക്കണം. അവളുടെ സങ്കടങ്ങൾ എന്റേത് തന്നെയായിരിക്കും അച്ഛാ. അത് എന്റെ വകയായിരിക്കും. അവളിന് ജീവിതത്തില് സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ. ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാ, വീട്ടിൽ പോയില്ലേ? പണി ഇവിടിപ്പം നിങ്ങളെ കാണാനായിട്ട് ഒരുപാട് ഗസ്റ്റുകൾ സമ്മാനങ്ങളുമായിട്ട് കാത്തു നിൽപ്പുണ്ട്. അതിനു മുന്നേ ദേ അമ്മായി ചാരുവിനെ ഇത് ഏൽപ്പിക്കുക. ഇതൊരു സമ്മാനമല്ല, ചാരുമോളുടെ അവകാശ. മാഷിത് മോക്ക് തരണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനാ. എന്റെ മോള് പുറത്തുനിന്ന് വന്ന കുട്ടിയല്ലല്ലോ, ഈ തറവാട്ടിലെ അല്ലേ. മുൻപൊരിക്കലും മോൾക്ക് വളയിട്ട് അരവിന്ദന്റെ പെണ്ണാക്കി. ഇപ്പൊ ഞാൻ നിനക്ക് ഈ മാലയിട്ട് ആയിരപ്പറയിൽ അവകാശിയാക്ക. മോള് പറഞ്ഞതുപോലെ ഇത് കല്യാണത്തിന്റെ അന്നല്ല, ഇപ്പം മുതൽ ഇത് മോളുടെ കഴുത്തി കിടക്കണം. ഇനി എന്റെ മോളെ കാണാൻ വരുന്നവര് ഇതിട്ട് വേണം കാണാൻ. കല്യാണം കഴിഞ്ഞിട്ട് ഇത് മോള് സൂക്ഷിച്ചു വെക്കണം. ഇനി ഇത് കൈമാറുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവുന്ന ഭാവിയിലെ മരുമകൾക്കായിരിക്കണം.